കേരള കോൺഗ്രസിന്റെ ചീഫ് കോർഡിനേറ്ററായി പി ജെ ജോസഫിന്റെ മകൻ അപ്പു ജോസഫ്, കെ എം മാണിയുടെ മരുമകൻ എം പി ജോസഫ് കേരള കോൺഗ്രസ് വൈസ് ചെയർമാനാകും. കോട്ടയത്ത് ചേരുന്ന ഹൈപ്പവർ കമ്മിറ്റിയിലാണ് തീരുമാനമുണ്ടായിരിക്കുന്നത്. ജോസ് കെ മാണി വിഭാഗത്തെ തിരിച്ചു കൊണ്ടുവരാൻ ഒരു ചർച്ചയും നടന്നിട്ടില്ല എന്ന് അപ്പു ജോസഫ് പറയുന്നു. കേരള കോൺഗ്രസിൽ വലിയൊരു നേതൃമാറ്റം തന്നെ ഉണ്ടായിരിക്കുകയാണ്. എന്തായാലും നേതൃനിരയിലേക്ക് അബു ജോസഫ് കൂടി, പി ജെ ജോസഫിൻ്റെ മകനായ അബു ജോസഫ് കൂടി കടന്നു വന്നിരിക്കുകയാണ്. എന്നോടൊപ്പം അദ്ദേഹം ചേരുകയാണ്. ഇപ്പോൾ അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്ന സ്ഥാനം സംസ്ഥാന ചീഫ് കോർഡിനേറ്റർ എന്നുള്ള ഒരു സ്ഥാനമാണ്. വലിയൊരു ഉത്തരവാദിത്തമാണ് പാർട്ടിയെ ഏൽപ്പിച്ചിരിക്കുന്നത്. എങ്ങനെ നോക്കിക്കാണുന്നത്? തീർച്ചയായിട്ടും വളരെയേറെ അഭിമാനമുണ്ട് ഈ ഒരു റോളിലേക്ക് വരുവാൻ. പാർട്ടിയുടെ 14 ജില്ലകളിലും പാർട്ടിയുടെ സംഘടനാ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ട ഒരു ഉത്തരവാദിത്തമാണ്. അപ്പോൾ അത് നല്ല രീതിയിൽ ചെയ്യാൻ സാധിക്കും ഉള്ള ഉറച്ച ബോധ്യമുണ്ട്. അപ്പോൾ അതിനേക്കായിട്ടുള്ള പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകുന്നതായിരിക്കും. പി ജെ ജോസഫിൻ്റെ മകൻ എന്നൊരു പേരുണ്ട്. പൊതുവെ ഇങ്ങനൊരു സ്ഥാനത്തേക്ക് വരുമ്പോൾ ചർച്ചയാകാൻ പോകുന്നത് മക്കൾ രാഷ്ട്രീയം എന്നുള്ളതാണ്. എങ്ങനെയാണ് ഈ ഒരു സ്ഥാനത്തിലേക്ക് എത്തിയത്? അങ്ങനെ ഒരു ലേബൽ താങ്കൾക്ക് ഉണ്ടോ? അല്ല, ഞാൻ നേരത്തെ പറയുകയുണ്ടായല്ലോ, മക്കൾ രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ അപ്പച്ചൻ ഒരു മക്കൾ രാഷ്ട്രീയത്തെ പ്രോത്സാഹിപ്പിക്കുന്ന വ്യക്തിയായിരുന്നെങ്കിൽ ഒരു 20-30 വർഷം മുമ്പേ ഞാൻ ഇവിടെ വന്ന് എവിടെയെങ്കിലുമൊക്കെ മത്സരിച്ച് ഏതെങ്കിലും സ്ഥാനത്ത് എത്തേണ്ട ആളാണ്. അപ്പച്ചൻ്റെ നിലപാടെന്താണെന്ന് വെച്ചാൽ, പി ജെ ജോസഫ് എന്ന ഒരു വ്യക്തിയുടെ മകൻ ആയതുകൊണ്ട് മാത്രമല്ല, അപ്പച്ചനോട് പലപ്പോഴും ആളുകൾ ചോദിക്കുമ്പോൾ പറഞ്ഞത് പാർട്ടിയിൽ പ്രവർത്തിച്ച് കഴിവ് തെളിയിച്ചിട്ട് ഉയർന്നു വരട്ടെ, അത് കഴിയുമ്പോൾ നോക്കാമെന്നുള്ള ഒരു അഭിപ്രായം പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ പി ജെ ജോസഫിൻ്റെ മകനാണ് എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഞാൻ രാഷ്ട്രീയത്തിൽ വരരുതെന്ന് പറയുന്നതും ഫെയറല്ല. കാരണം രാഷ്ട്രീയം എന്നുള്ളത് ഇന്ത്യയിലെ 1.4 ബില്യൺ ആളുകളുടെ ഓരോരുത്തരുടെയും മൗലിക അവകാശമാണ് രാഷ്ട്രീയ പ്രവർത്തനം. പക്ഷേ ഞാൻ എൻ്റെ അപ്പച്ചൻ്റെ കെയർ ഓഫിലല്ല, ഞാൻ ഈ സംഘടനയിൽ പ്രവർത്തിച്ച് തന്നെയാണ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് പാർട്ടിയിൽ ഒന്നടങ്കം എല്ലാ പ്രവർത്തകരും ഇടയും ചേർത്ത് പിടിച്ച് കൊണ്ടുപോകാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രവർത്തന മികവിൻ്റെ ഫലമാണ് ഇതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പാർട്ടിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇപ്പം തെരഞ്ഞെടുപ്പുകൾ വരികയാണ്, 2 തെരഞ്ഞെടുപ്പുകൾ അടുത്തെത്തി നിൽക്കുകയാണ്. പാർട്ടിയെ ശക്തിപ്പെടുത്താനുള്ള തീരുമാനമായിരിക്കും താങ്കൾ എടുത്തിരിക്കുക. അതോടൊപ്പം തന്നെ ചോദിക്കേണ്ട കാര്യം, ജോസ് കെ മാണി വിഭാഗം അവരുടെ UDF-ലേക്ക് വരുന്നു എന്നുള്ള ചർച്ചകൾ സജീവമായി നടക്കുന്നുണ്ട്. ആ ഒരു കാര്യത്തെ ഒരു പുതുതലമുറയിലെ നേതാവെന്ന നിലയിൽ എങ്ങനെയാണ് താങ്കൾ നോക്കുക? ഞാൻ ഇത് പാർട്ടിയുടെ അഭിപ്രായമല്ല, എൻ്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ ഒന്ന് വിലയിരുത്തുകയാണെങ്കിൽ, അപ്പം ഈ ഇടയ്ക്ക് ഒരു പത്രവാർത്ത കണ്ടു. അതായത് ചില രാഷ്ട്രീയ കക്ഷികളുടെ വിലയിരുത്തൽ ജോസ് കെ മാണി വിഭാഗം ഇടതുപക്ഷത്തേക്ക് പോയതുകൊണ്ടാണ് തുടർഭരണം വന്നത് എന്ന രീതിയിലൊക്കെ ഒരു വാർത്തകൾ കാണുകയുണ്ടായി. നമ്മൾ ആലോചിക്കേണ്ടത്, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം ജില്ലയിൽ UDF ജയിച്ചത് 1 സീറ്റാണ്. കോഴിക്കോട് ജില്ലയിൽ പല പാർട്ടികളുടെ ശക്തി കേന്ദ്രമായ കോഴിക്കോട് ജില്ലയിൽ UDF ജയിച്ചത് 1 സീറ്റാണ്. കൊല്ലം ജില്ലയിൽ ജയിച്ചത് 2 സീറ്റാണ്. അപ്പോൾ ഇതൊക്കെ ജോസ് കെ മാണി ഇടതുപക്ഷത്ത് പോയതിൻ്റെ ഫലമല്ലല്ലോ. ശക്തമായ ഒരു ഇടത് തരംഗത്തിൽ ഏതാനും MLA-മാരെ അവർക്ക് ജയിപ്പിക്കാനായി എന്നതൊഴിച്ചാൽ അവർ പോയതിന് ഒരു മാറ്റവും വന്നിട്ടില്ലെന്നുള്ള ഉത്തമ തെളിവാണ് ഈ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ്. അതൊരു വലിയൊരു മെസ്സേജാണ്. അപ്പം ഇവർ ശക്തമായ അടിത്തറ ഇന്ന് UDF-ന് കേരളത്തിലുണ്ട്. ജയിക്കാമെന്ന ഒരു നല്ലൊരു സാധ്യതയുമുണ്ട്. ആ ഒരു സാധ്യത നമ്മൾ ഉപയോഗപ്പെടുത്തി ഇവിടെ ഇപ്പോൾ നിലവിലുള്ള ഐക്യജനാധിപത്യ മുന്നണിയുടെ സംവിധാനം ശക്തിപ്പെടുത്തി ഇവിടെയുള്ള ഓരോ ഘടകകക്ഷികൾക്കും അതിനുള്ള ഉത്തരവാദിത്വമുണ്ട്. അത് കോൺഗ്രസ് പാർട്ടിയാണ്, മുസ്ലിം ലീഗാണെങ്കിലും കേരള കോൺഗ്രസ് ആണെങ്കിലും, അല്ലെങ്കിൽ മറ്റ് 8ഓളം ഘടകകക്ഷികൾ ഇന്ന് ഐക്യജനാധിപത്യമുള്ളിലുണ്ട്. അപ്പോൾ ഓരോ ഘടകകക്ഷികളും അവരുടേതായ രീതിയിൽ ഈ മുന്നണി സംവിധാനം ശക്തിപ്പെടുത്തി യോജിച്ചുള്ള പ്രവർത്തനത്തോടെ, കാരണം ഇവിടെ കേരളത്തിലെ ജനം ഈ ഭരണം മടുത്തിരിക്കുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ 8.5 വർഷങ്ങളായിട്ട് ഒരു കാര്യം പോലും അവർക്ക് കേരള കോൺഗ്രസ് എം ഇല്ലാതെയും UDF-ന് അവിടെ വിജയിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. അതാണ് കാരണം ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളെല്ലാം നമ്മൾ കണ്ടതാണ്. ഇവർ അങ്ങോട്ട് പോയതിനു ശേഷം നടന്ന പല ബാങ്ക് തെരഞ്ഞെടുപ്പുകളും, പ്രത്യേകിച്ച് കോട്ടയം ജില്ലയിലെ എത്ര ബാങ്കുകളാണ് ഐക്യജനാധിപത്യ മുന്നണി വിജയിച്ചിരിക്കുന്നത്. അടിത്തട്ടിലുള്ള ഓരോ അടിസ്ഥാനപരമായ കേരള കോൺഗ്രസ്സുകാർ എല്ലാം UDF ചിന്താഗതിക്കാരാണ്. അവർ ഒരു കാര്യത്തിലെടുക്കുമ്പം ഇവരെല്ലാവരും UDF-നെ വോട്ട് ചെയ്യത്തുള്ളൂ. കോൺഗ്രസ് നേതൃത്വത്തിന് അങ്ങനെ ഒരു താല്പര്യമുണ്ടെങ്കിൽ അതിനോട് കേരള കോൺഗ്രസ് താല്പര്യം പ്രകടിപ്പിക്കുക, അങ്ങനെ ഒരു തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമം നടത്തും. പാർട്ടിയുടെ അഭിപ്രായം പാർട്ടി നേതാക്കന്മാർ പറയും. പക്ഷേ ഇതിനെക്കുറിച്ച് ഞാനിപ്പോൾ അഭിപ്രായം പറയുന്നത് ശരിയല്ല. നിലവിലുള്ള സാഹചര്യത്തിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ പാർട്ടി നേതൃത്വം പറയും. ഇപ്പം എൻ്റെ വ്യക്തിപരമായ ഇവിടുത്തെ ഒരു രാഷ്ട്രീയ സ്ഥിതി ഞാൻ പറഞ്ഞതാണ്. അത് പാർട്ടികൾ തമ്മിലുള്ള ചർച്ചയും മുന്നണി ചർച്ചകളൊക്കെ പാർട്ടി നേതാക്കന്മാർ പറയേണ്ട അഭിപ്രായമാണ്.
മധ്യ കേരളത്തിൽ LDFന് വലിയ നേട്ടമുണ്ടായത് ഈ ജോസ് കെ മാണി വിഭാഗം അവിടേക്ക് എത്തിയത് കൊണ്ടാണെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു തിരിച്ച് ചിന്തിക്കൽ UDFൻ്റെ ഭാഗത്തു നിന്നുണ്ടായ മധ്യ കേരളത്തിലെ LDFന് എത്ര MP മാരുണ്ട്? ഈ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ വളരെ ഉജ്ജ്വലമായ വിജയം മധ്യ കേരളത്തിൽ. ഇവരുടെയൊക്കെ ശക്തി കേന്ദ്രം എന്ന് അവർ തന്നെ അവകാശപ്പെടുന്ന മേഖലയിൽ ഓരോ പഞ്ചായത്തിലെ ബൂത്ത് തലത്തിലെടുത്താൽ മുമ്പില്ലാത്ത രീതിയിലുള്ള ഭൂരിപക്ഷമാണ് ഐക്യജനാധിപത്യ മുന്നണി നേടിയിരിക്കുന്നത്. അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് ഇവർ പോയതിന് ഇമ്പാക്റ്റ് ഒന്നുമില്ല എന്ന്. ജോസ് കെ മാണി പറയുന്ന മാതൃസംഘടനയിലേക്ക് വേണമെങ്കിൽ തിരിച്ചു വരാം, വാതിൽ തുറന്നിട്ടിരിക്കുന്ന അദ്ദേഹം ജോസഫ് എന്ന കേരളത്തിലെ ഏറ്റവും സമുന്നതനായ ഏറ്റവും സീനിയറായിട്ടുള്ള കേരള കോൺഗ്രസ് നേതാവിൻ്റെ കീഴിൽ ഈ കേരള കോൺഗ്രസ് പാർട്ടിയെല്ലാം ഒന്നിച്ചു പോകുന്നതിനോട് ഈ പാർട്ടിയിലെ ആർക്കും ഒരു വിയോജിപ്പുമില്ല. അങ്ങോട്ട് വേണമെങ്കിൽ വരാം അല്ലേ? അല്ല, വേണമെങ്കിൽ വരാമെന്നൊക്കെ അങ്ങനെ നമുക്ക് പറയാൻ പാടില്ല. അല്ല, അതൊക്കെ കേരള കോൺഗ്രസിൻ്റെ പരമോന്നത ഇന്ന് നേതൃത്വം എന്ന് പറയുന്നത് PJ ജോസഫാണ്. ശ്രീ PJ ജോസഫിനെ ഒരു നേതൃസ്ഥാനത്ത് അംഗീകരിച്ചുകൊണ്ട് ഈ പാർട്ടിയിലേക്ക് ആര് കടന്നു വരുന്നതിനും രണ്ട് കൈയും നീട്ടി സ്വീകരിക്കാൻ തയ്യാറാണ് ഈ പാർട്ടിയിലെ ഓരോ അണികളും. നിലവിൽ UDFന് ബലക്ഷയമൊന്നുമില്ല. UDF ശക്തമായ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമല്ലേ. അതാണ് വ്യക്തമായ നിലപാടാണ്. പുതുമുഖമാണെങ്കിലും നേതൃനിരയിൽ പുതുമുഖമാണെങ്കിലും കൃത്യമായ രാഷ്ട്രീയ നിലപാടുകൾ അദ്ദേഹം പങ്കുവെക്കുന്നുണ്ട്. അനന്തപുരപ്പം ടോബി ജോൺസൺ, 24.